തല്ലി ജയിക്കുക എന്ന് പറയുന്നത് ആം റെസ്ലിംഗ് നടത്താൻ പറഞ്ഞപ്പം ചീക്ക് റെസ്ലിംഗ് ആണോ നിങ്ങൾ നടത്തിയത്? അല്ല, പെണ്ണുങ്ങളെ കൈക്കരുത്. ഇത് കൈ പരിസരം പിടി, അതിൽ പിടിച്ചോ. സബിത വിജയിച്ചതായി പ്രഖ്യാപിക്കുകയും ഈ കോളേജിന്റെ വൈസ് ചെയർമാനായിട്ട് സബിതയെ തിരഞ്ഞെടുക്കുകയും അതോടൊപ്പം തന്നെ ഹരിഹരയുടെ രഹസ്യം പുറത്തു പറയുകയും ചെയ്തിരിക്കുകയാണ്. 125 രൂപ വിലയുള്ള 2 ബിരിയാണിയാണ് സബിത കഴിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് 85 രൂപ വിലയുള്ള ചോറ് കഴിച്ച ഭീകർ ഷീജ തോറ്റതിൽ അത്ഭുതമില്ല. മരിച്ചിന് കുറച്ച് കഴിക്കേണ്ടതായിരുന്നു. അടുത്താണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച നെവിൻ അജയൻ. ഇവിടെ ഉണ്ടോ? നെവിനും അജയനും തെരഞ്ഞെടുപ്പില് ഇതിനിടയ്ക്ക് ഈ ജനറൽ സെക്രട്ടറിയുടെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നെവിൻ മറ്റേ സ്ഥാനാർത്ഥി ജയിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കാം കുറെ വോട്ട് നോട്ടയ്ക്ക് വീണിട്ടുണ്ട്. നോട്ട കഴിഞ്ഞ് ബാക്കി വോട്ട് മുഴുവൻ കിട്ടിയത് അജയനായിരുന്നു. 55 വോട്ടുകൾ നേടി സഖാവ് അജയൻ ജനറൽ സെക്രട്ടറിയായിട്ട് തെരഞ്ഞെടുപ്പായിരിക്കുന്നു. സഖാവ് മുന്നിലേക്ക് വരേണ്ടതാണ്. അല്ല, മുന്നിലേക്ക് വരേണ്ടതാണ്. അടുത്തായിട്ട് കൗൺസിലേഴ്സ് ആണ്. സഖാവ് അജിക്ക് കിട്ടിയ 40 വോട്ടിൽ നിന്ന് കഷ്ടിച്ച് 10 വോട്ട് കൂടുതൽ കിട്ടി സഖാവ് ദിലീപ് പ്രസാദ് ജയിച്ചതായി ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് സഖാവ് സുബോധിന് കിട്ടിയ 30 വോട്ടുകളേക്കാൾ കൂടുതൽ 45 വോട്ടുകൾ നേടി ആർട്സ് ക്ലബ് സെക്രട്ടറിക്ക് പ്രമോദ് ജയിച്ചിരിക്കുകയാണ്. ഇതിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. 20 വോട്ട് അസാധുവായി പോയിട്ടുണ്ട്. മനസ്സിലാക്കാൻ കഴിയാത്തത് വലിയൊരു ന്യൂനതയായി കണക്കാക്കുന്നു. മാഗസിൻ എഡിറ്റർ സ്ഥാനത്തേക്കാണ് ബിജു ടിക്ക് 25 വോട്ടാണ് കിട്ടിയത്. 45 വോട്ട് കിട്ടി അജിൻഷയാണ് ജയിച്ചിരിക്കുന്നത്. ഒരു ചെറിയ പ്രശ്നമുണ്ട്. 30 വോട്ട് അസാധുവായി പോയിരിക്കുകയാണ്. നേതാക്കൾക്കെതിരെ അസാധുവായി വോട്ട് ചെയ്യുന്ന ചിത്രശക്തികളെ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യം. അരാഷ്ട്രീയവാദികളാണ്. അടുത്ത ലേഡി റെപ്പ് അനുപമയ്ക്ക് 30 വോട്ടും 50 വോട്ട് നേടിയ പ്രസീജ ജയിച്ചിരിക്കുകയാണ്. അസാധുവായി പോയിരിക്കുകയാണ്. മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാത്വിക ഭാവത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന സ്വാമിനി പ്രസീജയ്ക്ക് കിട്ടിയ ഒരു വോട്ടാണോ? കോപ്പറേറ്റീവ് ബോർഡ് മെമ്പേഴ്സ് ആണ്. ആകേഷ് ദാസിന് 45 വോട്ട്, ശ്രീകുമാർ MGക്ക് 30 വോട്ട്, അസാധുവായ വോട്ട് ബാക്കി നിങ്ങൾ കണക്കൂട്ടി നോക്കണം 25 വോട്ട്. ഈ അസാധു എങ്ങനെയാണ് കൂടുക? അരാഷ്ട്രീയവാദികൾ എങ്ങനെയാണ് കൂടുന്നതെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ആകേഷ് ദാസ് വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. സഖാവ് അരുൺ സോളം വിഷ്ണുവും തമ്മിൽ കട്ടയ്ക്കുള്ള പോരാട്ടമായിരുന്നു. പക്ഷേ എന്തോ പ്രശസ്തിയോടെ വിദഗ്ധിയുള്ള ചില ആൾക്കാർ അരുൺ സോളിനെ തോപ്പിക്കുന്നതിന് വേണ്ടി വോട്ട് ചെയ്തതുകൊണ്ട് വിഷ്ണു 50 വോട്ടിൽ ജയിച്ചിരിക്കുന്നു. ഇതിനുള്ളിൽ പ്രവർത്തിച്ചിരിക്കുന്നത് കാറ്ററിംഗിന്റെ അറേഞ്ച്മെന്റ് മുഴുവൻ വിഷ്ണു ആയതുകൊണ്ട് വിഷ്ണുവിന് അത് മാത്രമല്ല ക്യാമറ വിഷ്ണുവിന്റെ വകയായിരുന്നു.
അതാണ് ഡിഗ്രി റെപ്രസെന്റേറ്റീവ്സ്. വോട്ടിന്റെ പെട്ടി അവനാണ് കൊണ്ടുവന്നത്. സജിത്തിന് 25 വോട്ടാണ് കിട്ടിയത്. ദിലീപിന് 45 വോട്ട് കിട്ടി ജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇവിടെ 30 വോട്ട്. ഒരു സെക്കൻഡ്, ഈ വീഡിയോ മാത്രം നീ ആരെങ്കിലും വെച്ച് എടുത്തിട്ട് വേറൊന്നുമല്ല, നിന്നെ കണ്ടിട്ട് ഒരു പ്രീ ഡിഗ്രിക്കാരനാണെന്ന് വരെ ഇതിൽ ഏറ്റവും രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് നമ്മളൊരു ബാലറ്റ് പേപ്പറിൽ ഒരു സ്ഥാനം കൊടുത്തിരുന്നു. 0 വോട്ടാണ് കിട്ടിയത്. ഇവിടെ ചെറിയൊരു തിരുത്തൽ വേണമെന്ന് അജിൻ ഷാ പറഞ്ഞിട്ടുണ്ട്. മാഗസിൻ എഡിറ്ററായിരുന്ന ബിജു ടിയെ അജിൻ ഷായ്ക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് മറ്റുള്ളവർക്ക് വിശ്വാസം ഇല്ലാത്തതെന്ന് അജിൻ ഷാ പറഞ്ഞത് കൊണ്ട് അജിൻ ഷാ ജയിച്ചതാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. വൈസ് ചെയർമാൻ, പഴയ ഒരു വൈസ് ചെയർമാൻ, അത് നാളും പേരും ഇല്ലാതെ